കണ്ണൂർ ജില്ലാ പഞ്ചായത്തിലെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട കണ്ണൂർ ജില്ലാ പഞ്ചായത്തിലെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട ബിനോയ് കുര്യൻ എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടെയും എൻ്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്ന് ദൃഢപ്രതിജ്ഞ ചെയ്യുന്നു. കളക്ടർ സാർ രാഷ്ട്രീയ ഒരു മിനിറ്റ് മിനിസ്റ്റർ ഒന്ന് കയറി ആ രാഷ്ട്രീയ ഒന്നും ഇങ്ങോട്ട് ആ ഇത് ഒന്നിവിടെ ആ കണ്ണൂർ ജില്ലാ പഞ്ചായത്തിനെ സംബന്ധിച്ച് നമ്മുടെ ജില്ലയിൽ വളരെ ഉത്തരവാദിത്തങ്ങളുള്ള ഒരു ഭരണ സംവിധാനമാണ്. കഴിഞ്ഞ 5 വർഷക്കാലം മികച്ച നിലയിൽ തന്നെ ഭരണസമിതി മുന്നോട്ടേക്ക് പോയിട്ടുണ്ട്. അപ്പം അതിൻ്റെ തുടർച്ചയായി ഒട്ടേറെ കാര്യങ്ങൾ ഏറ്റെടുക്കാനും പൂർത്തീകരിക്കാനുമുണ്ട്. അതോടൊപ്പം തന്നെ പുതിയ ഒട്ടേറെ കാര്യങ്ങൾ ചെയ്യാനുമുണ്ടെന്നാണ് കാണുന്നത്. ജില്ലയിൽ കാർഷിക മേഖലയിൽ പുതിയ സാങ്കേതികവിദ്യകളും സാധ്യതകളും ഉപയോഗപ്പെടുത്തി കൃഷി കൂടുതൽ ലാഭകരമാക്കി മാറ്റാനുള്ള പ്രവർത്തനങ്ങൾ ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ മേഖലയിൽ ജില്ലാ പഞ്ചായത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഊന്നലുണ്ടാവുന്ന ഒരു മേഖലയാണ്. പ്രധാനമായിട്ടും നമ്മുടെ കണ്ണൂർ ജില്ലാ ആശുപത്രി സൂപ്പർ സ്പെഷ്യാലിറ്റി കെട്ടിട സമുച്ചയമായിട്ടുണ്ടെങ്കിലും മറ്റതിൻ്റെ സൗകര്യങ്ങളെല്ലാം ഒരുക്കേണ്ടതുണ്ട്. അതുപോലെ കൂടുതൽ രോഗികളെ കിടത്തി ചികിത്സിക്കാനുള്ള സൗകര്യങ്ങളെല്ലാം അവിടെ ക്രമീകരിക്കണം. അതിനാവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്കെല്ലാം നേതൃത്വം കൊടുക്കുന്നു. ആയുർവേദ ആസ്പത്രി, താണയിലുള്ള ആയുർവേദ ആസ്പത്രി നമ്മുടെ ജില്ലയിലെ ഏറ്റവും മികച്ച ഒരു ആയുർവേദ ആസ്പത്രി, സംസ്ഥാനത്തിന് ശ്രദ്ധിക്കപ്പെടുന്ന ഒരു ആസ്പത്രിയാണ്. അതിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങൾ ഇനിയും വേറെ മെച്ചപ്പെടുത്തേണ്ടതുണ്ട്. അതിനെല്ലാം പ്രത്യേക മുൻഗണന നൽകി പ്രവർത്തിക്കും എന്നിവിടെ ഓർമ്മപ്പെടുത്തുകയാണ്. വിദ്യാഭ്യാസ മേഖല ജില്ലാ പഞ്ചായത്ത് ഏറെ നാളായി
സവിശേഷമായിട്ട് ഇടപെടൽ നടത്തുന്ന ഒരു മേഖലയാണ്. SLC +2 വിജയ നിലവാരം ഉയർത്താൻ, പഠന നിലവാരം ഉയർത്താൻ, സ്കൂളുകളുടെ ഭൗതിക സാഹചര്യം മെച്ചപ്പെടുത്താനൊക്കെയുള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്നു. അപ്പോൾ അതിനെല്ലാം നല്ലൊരു മുൻകൈ പ്രവർത്തനം ഉണ്ടാവും. അതോടൊപ്പം നമ്മുടെ ക്ലാസ് മുറികൾ എല്ലാം ഹൈടെക് ആക്കി സ്മാർട്ടാക്കി മാറ്റാനുള്ള സവിശേഷമായിട്ടുള്ള പദ്ധതികൾ നടപ്പിലാക്കണമെന്ന് കാണുന്നുണ്ട്. അതുപോലെ വിദ്യാലയങ്ങളിൽ കളിസ്ഥലം കായികക്ഷമത വർദ്ധിപ്പിക്കാൻ വളരെ പ്രധാനപ്പെട്ടതാണ്. സ്കൂളുകളിൽ മനസ്സിന് കളിസ്ഥലമില്ലാത്ത വിഷയമുണ്ട്. അതിനെല്ലാം കളിസ്ഥലം കണ്ടെത്താൻ ആവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കും. അതുപോലെ തന്നെ തൊഴിൽ സംരംഭങ്ങൾ, കാരണം ധാരാളം തൊഴിൽ അന്വേഷകരുണ്ട്, ചെറുപ്പക്കാരെ പഠനം കഴിഞ്ഞ് നിൽക്കുന്നവരുണ്ട്. അപ്പോൾ അത്തരം ആളുകൾ എല്ലാം ലക്ഷ്യം വെച്ചുകൊണ്ട് സംരംഭങ്ങൾ ആരംഭിക്കാനും തൊഴിൽ സാധ്യത വർദ്ധിപ്പിക്കാനുമുള്ള പ്രവർത്തനങ്ങൾക്ക് പുതിയ ഭരണസമിതി നേതൃത്വം കൊടുക്കുന്നതാണ്. അതുപോലെ സ്ത്രീ ശാക്തീകരണം, നമ്മുടെ കുടുംബശ്രീ പ്രസ്ഥാനം നല്ല നിലയ്ക്ക് മുന്നോട്ടേക്ക് പോവുകയാണ്. അപ്പോൾ ആ മേഖലയിലും ധാരാളം തൊഴിൽ സാധ്യതകളും മറ്റുമെല്ലാം ഏറ്റെടുക്കാനുള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കേണ്ടതുണ്ട്. അതുപോലെ കൈത്തറി മേഖല, ഖാദി മേഖല, പരമ്പരാഗത വ്യവസായ മേഖലയെല്ലാം ജില്ലാ പഞ്ചായത്തിൻ്റെ ഇടപെടൽ ഉണ്ടാവുന്നതാണ്. അത് ശക്തിപ്പെടുത്തി മുന്നോട്ടേക്ക് പോകണമെന്നാണ് കാണുന്നത്.